ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ 2 ക്ലാസ്സും നിങ്ങൾ നല്ല വെട്ടിപ്പായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കണം. ആദ്യത്തെ ഫൗണ്ടേഷൻ ക്ലാസ് എല്ലാവരും മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. രണ്ടാമത്തെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സും നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിന്റെ കണ്ടിന്യൂസ് സെഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന മക്കളെ. അപ്പോൾ നമ്മുടെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും PDF മെറ്റീരിയൽസ് SSCD PSCD നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ മെയിലിലേക്കോ വാട്സാപ്പിലേക്കോ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ ടീം നമുക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 days മാരത്തോൺ സെഷനിലും ഇനിയും കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. 10 day മാരത്തോണിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല എൻ്റയർ സിലബസ് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ടത്, ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ആരാണ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേടാ. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ് പുനരുജ്ജീവന പ്രക്രിയ, എന്താണ് റിസ്യൂസിറ്റേഷൻ പ്രോസസ്? ഉത്തരം എന്താണ് മക്കളെ? അബോധാവസ്ഥയിൽ വിച്ച് മീൻസ് അൺകോൺഷ്യസ് ഉള്ള ഒരാളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും, വേർഡുകൾ ശ്രദ്ധിക്കുക, സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? പുനരുജ്ജീവന പ്രക്രിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ, അബോധാവസ്ഥയിൽ ഉള്ള ഒരാളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനോ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനോ ഉള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? പുനരുജ്ജീവന പ്രക്രിയ എന്ന് പറയുന്നത്. സെറ്റല്ലടാ, കിട്ടിയില്ലേ? നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിന് പറയുന്നതാണ് എന്ത്? റീസസിറ്റേഷൻ പ്രോസസ്. റീസസിറ്റേഷൻ പ്രോസസ്. ഓക്കെ അല്ലടാ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഥമ ശുശ്രൂഷയിലെ ABC റൂളിനെ കുറിച്ച് നമുക്ക് അറിയാലോ മക്കളെ. എന്താണ് ABC റൂള്? ABC. എയുടെ ഫുൾ ഫോം എന്താണ്? എയർവേ. B മീൻസ് ബ്രീത്തിങ് ആൻഡ് C മീൻസ് സർക്കുലേഷൻ. എയർവേ വായുമാർഗം. B എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്, ശ്വാസം. C എന്ന് പറയുന്നത് സർക്കുലേഷൻ. ഈ ABC പെട്ടെന്ന് പഠിച്ചടാ, ടക്ക് എന്നൊന്ന് പഠിച്ചേ പെട്ടെന്ന്. ABC റൂള്: വായുമാർഗം, ശ്വാസം, രക്തചംക്രമണം, എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഈ 3 വേഗം പഠിച്ചല്ലോ. സെറ്റല്ലേ? ഇതിന് 3 നിങ്ങൾ മറക്കില്ലല്ലോടാ. അപ്പൊ നമ്മുടെ പുനരുജ്ജീവന പ്രക്രിയയും അതുപോലെ ABC റൂളും പഠിച്ചില്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയിൽ നിലവിലുള്ള ക്യാബ് റൂളിന്റെ പൂർണ്ണരൂപം. നമ്മൾ നേരത്തെ ABC റൂൾ പഠിച്ചു, എയർവേ പഠിച്ചു, ബ്രീത്തിങ് പഠിച്ചു, അതുപോലെ സർക്കുലേഷനും പഠിച്ചു. ഇനി ക്യാബിന്റെ റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. എന്താണ് ക്യാബ്? ക്യാബ് എന്ന് പറഞ്ഞാൽ C ഫോർ കംപ്രഷൻ, അമർത്ത്. അതായത് നമ്മളിപ്പോ ചെസ്റ്റ് ഒക്കെ നമുക്ക് ചെസ്റ്റ് വേനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ അമർത്തണം കണ്ടിട്ടില്ലേ? അതായത് നമ്മുടെ ബ്രീത്തിങ് ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോർമൽ ആകാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ അല്ലെങ്കിൽ അമർത്തുന്ന ആ ഒരു സംഭവം ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? എയർവേ. ഇതിലും ഉണ്ട് അല്ലെ എയർവേ, ഇതിലും ഉണ്ട് എന്ത്? ബ്രീത്തിങ്. അപ്പൊ ക്യാബ് പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ABC റൂളും പഠിച്ചു, ക്യാബിന്റെ റൂളും പഠിച്ചു. ഇതും നിങ്ങൾ ടക്ക് എന്ന് പഠിച്ചേടാ മക്കളെ. സെറ്റ് അല്ലടാ? നോക്കിക്കേ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിപ്പോ ABC നിങ്ങൾക്ക് പഠിപ്പിച്ചു, ക്യാബ് പഠിപ്പിച്ചു തന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഏത് വർഷത്തിലാണ് ABC നിയമപ്രകാരം ക്യാബ് നിയമം നിലവിൽ വന്നത്? ആരാണ് ഇത് കൊണ്ടുവന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഏത് വർഷത്തിലാണ് ABC നിയമത്തിന് പകരം ക്യാബ് നിയമം നിലവിൽ വന്നത്? ആരാണ് ഇത് കൊണ്ടുവന്നത്? 2 ക്വസ്റ്റ്യൻ ആണ് ഒരേ സമയം നിന്നെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കിയടാ മക്കളെ. 2020 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രഥമ ശുശ്രൂഷ രീതികൾ പുതുക്കിയപ്പോഴാണ് ABCക്ക് പകരം ക്യാബ് വന്നത്. ഒന്നുകൂടെ, അമേരിക്കയിൽ 2020 ഹാർട്ട് അസോസിയേഷൻ പ്രഥമ ശുശ്രൂഷ രീതികൾ പുതുക്കിയപ്പോഴാണ് ABCക്ക് പകരം ക്യാബ് വന്നത്. സെറ്റല്ലേ? നമ്മൾ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. ക്ലിയർ അല്ലടാ? ABCക്ക് പകരം ക്യാബ് വന്നു. സെറ്റല്ലേ? മനസ്സിലായില്ലേ?
ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് വായുമാർഗവും ശ്വസനവും പരിശോധിക്കുന്നതിന് മുൻപ് കംപ്രഷന് മുൻഗണന നൽകുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. എന്തുകൊണ്ടാണ് വായുമാർഗവും ശ്വസനവും പരിശോധിക്കുന്നതിന് മുൻപ് കംപ്രഷന് മുൻഗണന നൽകുന്നത്? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം നോക്കിയടാ. ഹൃദയാഘാതം സംഭവിച്ച ആദ്യ മിനിറ്റുകളിൽ, ഒന്നുകൂടെ പറയുന്നു, ഹൃദയാഘാതം സംഭവിച്ച ആദ്യ മിനിറ്റുകളിൽ രോഗിയുടെ ശ്വാസകോശത്തിലും രക്തത്തിലും ഓക്സിജൻ അവശേഷിക്കുന്നുണ്ടാകും. ഒന്നുകൂടെ പോയിന്റ് ശ്രദ്ധിക്കാം മക്കളെ. ഹൃദയാഘാതം സംഭവിച്ച ആദ്യ മിനിറ്റുകളിൽ രോഗിയുടെ ശ്വാസകോശത്തിലും രക്തത്തിലും ഓക്സിജൻ അവശേഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം ചെസ്റ്റ് കംപ്രഷൻ നൽകുന്നത് വഴി ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കുമുള്ള രക്തപ്രവാഹം നിലനിർത്താൻ സാധിക്കും. കൂടാതെ പരിശോധനകൾക്കായി സമയം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. സെറ്റ് അല്ലടാ? ക്ലിയർ അല്ലേ? അപ്പൊ എന്തിനാ നമ്മൾ കംപ്രഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ചില സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഇപ്പൊ പറയും കംപ്രഷൻ അല്ല, ഫസ്റ്റ് ശ്വാസവും അതുപോലെ എന്താ പറയുന്നേ, ഈ വായുമാർഗവും ശ്വസനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കംപ്രഷൻ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് സ്പോട്ടിൽ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കണം. എന്താ കാര്യം? ഹൃദയാഘാതം സംഭവിച്ച ആളുടെ ആദ്യത്തെ കുറച്ച് മിനിറ്റിൽ എന്താണ്, ശ്വാസകോശത്തിലും രക്തത്തിലും എന്തുണ്ടായിരിക്കും? ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ കംപ്രഷൻ ത്രൂ അത് സർക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണല്ലേ കംപ്രഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് പരിശോധന ചെയ്ത് സമയം വേസ്റ്റ് ആക്കാണ്ട് ആളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. സെറ്റിലടാ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അബോധാവസ്ഥയിലായ ഒരു വ്യക്തിയുടെ വായുമാർഗം തുറക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഒന്നുകൂടെ. അബോധാവസ്ഥയിലായ ഒരു വ്യക്തിയുടെ വായുമാർഗം തുറക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം നോക്കിക്കടാ. ഇതൊന്ന് തെറ്റാണ്ട് പഠിക്കണം കേട്ടോ. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. തല പതുക്കെ പിന്നിലേക്ക് ചരിക്കുകയും താടി ഉയർത്തുകയും ചെയ്യുക. അതായത് നമ്മുടെ ഹെഡിനും താടിക്കും ഉള്ളൊരു പോസ്ചറാണ് ഹെഡ് ടിൽറ്റ് ആൻഡ് ചെസ്റ്റ് ലിഫ്റ്റ്. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അത് കാണാണ്ട് ഇപ്പൊ തന്നെ പഠിക്കുക നിങ്ങള്. അബോധാവസ്ഥയിലായിട്ടുള്ള ഒരു വ്യക്തിയുടെ വായുമാർഗം, നമ്മുടെ ആ ഒരു ശ്വസിക്കുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു പോസ്ചർ, ലങ്സിന്റെ പോസ്ചർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് എന്നുള്ള ആ ഒരു സംഭവം ചെയ്യുന്നത്. ആ ഒരു ഫോർമുല വഴി ആക്ച്വലി നമ്മുടെ ആ ഒരു ശ്വാസം നമ്മുടെ ലങ്സിലേക്ക് കറക്കുന്ന ആ ഒരു പാത കറക്റ്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. അപകടത്തിൽപ്പെട്ട ഒരാളുടെ വായുമാർഗം ശരിയാക്കുന്നതിനുള്ള ആദ്യ പടികൾ എന്തൊക്കെയാണ്? ഒന്നുകൂടെ. അപകടത്തിൽപ്പെട്ട ഒരാളുടെ വായുമാർഗം ശരിയാക്കുന്നതിനുള്ള ആദ്യ പടികൾ എന്തൊക്കെയാണ്? ആ ഒരു സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. രോഗിയെ ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ മലർത്തിക്കെടുത്തുക. കമത്തിക്കെടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് കളഞ്ഞിരിക്കണം. വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കൈ വെച്ച് പതുക്കെ പിന്നിലേക്ക് ചരിക്കുക. മുന്നിലേക്ക് ചരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അതും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കണം. നമ്മൾ പെന്നിലേക്കാണ് ചരിക്കുക എന്നുള്ളത് മറക്കരുത്. മറ്റേ കൈയിലെ 2 വിരലുകൾ ഉപയോഗിച്ച് താടി ശ്രദ്ധാപൂർവം ഉയർത്തുക. താഴ്ത്തുക എന്ന് കണ്ടാലും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ബാക്കി തെറ്റിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മക്കളെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? എന്തൊക്കെയാ ചെയ്യേണ്ടത്? രോഗിയെ ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ മലർത്തിക്കെടുത്തുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കൈ വെച്ച് പതുക്കെ പിന്നിലേക്ക് ചരിക്കുക. മറ്റേ കൈയിലെ 2 വിരലുകൾ ഉപയോഗിച്ച് താടി ശ്രദ്ധാപൂർവം ഉയർത്തുക. ഓക്കെ അല്ലടാ? ഈ 3 മാർഗം ത്രൂ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരാളുടെ വായുമാർഗം ശരിയാക്കുവാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകൂടെ. ഒരു രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്വസനത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് വിൻഡ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ചെസ്റ്റിനോട് നമ്മുടെ ചെവി അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാനായിട്ട് പറ്റും. വ്യക്തിയുടെ നിശ്വാസം നമ്മുടെ കവിളിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരാളുടെ ശ്വാസം നമുക്ക്
നല്ല സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ കവിള്. അപ്പൊ കവിള് നമ്മൾ അടുത്ത് പിടിക്കുമ്പോൾ ആളുടെ നിശ്വാസം, അത് വിച്ച് മീൻസ് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. എക്സ്ഹെയില്, യെസ്, പുറന്തള്ളുന്ന ശ്വാസം നമ്മുടെ കവിളിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നെഞ്ച് വികസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ചെസ്റ്റ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ 3 സ്റ്റെപ്സിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? ഒരു രോഗി ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രോഗി ശ്വസിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്വസിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആംബുലൻസ് വരികയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തക രോഗിയെ ഏറ്റെടുക്കുകയോ ചെയ്യുന്നത് വരെ രോഗിയുടെ ശ്വാസം നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് നമ്മൾ അപ്പൊ കൊടുക്കണം? CPR കൊടുക്കണം. CPRന്റെ ഫുൾ ഫോം എന്താടാ? കാർഡിയോ പൾമറി റെസ്യൂസിറ്റേഷൻ. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കാർഡിയോ പൾമണറി റെസ്യൂസിറ്റേഷൻ. നമ്മൾ ആ ഒരു CPRന്റെ പൂർണ്ണ രൂപം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇൻ കേസ് ആംബുലൻസ് വരാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ വരുന്ന വരെ ശ്വാസം നിലച്ചു പോകാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് CPR കൊടുക്കണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കീ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപകടത്തിൽപ്പെട്ട വ്യക്തി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, അപകടത്തിൽപ്പെട്ട വ്യക്തി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ വായുമാർഗം വ്യക്തമാണെന്നും ബോധമുണ്ടെന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ആള് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. നമുക്ക് CPR ഒക്കെ കൊടുത്ത് ആളെ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടി വരും. പ്രതികരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വായുമാർഗം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലാണെന്നുള്ളത് ഉറപ്പിക്കാം. പോയിന്റ്സ് കറക്റ്റ് അല്ലേ? CPR ചെയ്യുമ്പോൾ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഇതും മനസ്സിലാക്കാം. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ABCനെ ഓവർറൂൾ ചെയ്ത് ക്യാബ് വരുന്നത് പല സ്ഥലത്തും 2010 കാണിക്കുന്നുണ്ട്, 20 കാണിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പല സ്ഥലത്തും ഞാൻ നോക്കിയാൽ റെഫറൻസിലൊക്കെ ഞാൻ 2020 ആണ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കമന്റ് ചെയ്താൽ മതി, നമ്മളത് കറക്ഷൻസ് വേണമെങ്കിൽ വരുത്താം. ഞാൻ പലയിടത്തും നോക്കിയപ്പോഴും ഓക്കെ നെറ്റ് ഒന്ന് പോയതാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2020 ഈ ഒരു ക്യാബ് ABCനെ റീപ്ലേസ് ചെയ്തെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് 2010 ഇത് റീപ്ലേസ് ചെയ്തതെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ പല ഗൈഡുകളിലും 2020 കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നിങ്ങൾ ഗൂഗിളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല. 2010 ആണെന്നായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾ മുന്നോട്ട് പോകണമായിരിക്കുന്നത്. ഞാൻ വെരി സോറി ഫോർ ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഞാൻ ഗൈഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞാൻ 2020 എന്ന് പറഞ്ഞത്. നിങ്ങൾ 2010 തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ABCനെ CAB ഓവർറൂൾ ചെയ്തത് 2010 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഞാൻ അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും SSC PSC മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒഫീഷ്യൽ മെയിലിലേക്കോ വാട്സാപ്പിലേക്കോ മെസ്സേജ് അയക്കാൻ നമ്മുടെ കൺസേൺ ടീം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കോർഡിനേഷൻ. താങ്ക് യു.